റിസൾട്ട് ഒക്കെ വരാനല്ലേ എന്താ അടുത്ത പരിപാടി? ഈ റിസപ്ഷനിലെ ഈ കോട്ട് സ്യൂട്ട് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് ഇരിക്കുമല്ലേ, എനിക്ക് അതുപോലെ ആവണം. എന്നാ നീ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എടുത്തോ, അതൊന്നും പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ അതിന് ഡിഗ്രി വേണ്ടേ? അതൊന്നും പ്രശ്നമല്ല. പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ കോഴ്സിലേക്ക് കയറാൻ പറ്റും. ഇത് ഈ റിസപ്ഷനിൽ മാത്രം ഇരിക്കുന്ന പരിപാടിയാണോ? ഓഫീസിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് മെയിൻ പരിപാടി. പിന്നെ കോൾസ് അറ്റൻഡ് ചെയ്യുക, മീറ്റിംഗ്സ് കോർഡിനേറ്റ് ചെയ്യുക, വിസിറ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, ഫയൽ ഡോക്യുമെന്റ് ഒക്കെ മാനേജ് ചെയ്യുക, അങ്ങനെ ഏതാണ്ട് ഒരു ഓഫീസ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും മാനേജ് ചെയ്യുന്നതും വരും. അല്ല, ഇത് പഠിച്ചാൽ ഇപ്പൊ എവിടെയൊക്കെ ജോലി കിട്ടുക? ഇപ്പൊ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, IT കമ്പനീസ്, കോർപ്പറേറ്റ് ഓഫീസ്, ഹോട്ടൽസ്, സ്റ്റാർട്ടപ്സ്, അങ്ങനെ ഒരുവിധ എല്ലാ സെക്ടേഴ്സിലും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽസ് നല്ല ഡിമാൻഡ് ഉണ്ട്. ശരിക്കും ഇത്ര സ്കോപ്പ് ഉണ്ടായിരുന്നോ? അത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മാനേജ്മെന്റ് സ്കില്ല്, കമ്പ്യൂട്ടർ നോളജ്, ഇതൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ ഈ ഫീൽഡിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞാൽ റിസപ്ഷനിൽ മാത്രമായിരിക്കുമല്ലോ അല്ലേ? അതെ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഓഫീസ് കോർഡിനേറ്റർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, ഓപ്പറേഷൻ സപ്പോർട്ട്, കസ്റ്റമർ ഹാൻഡിൽ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് റോൾസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഗ്രോത്ത് ഒക്കെ എങ്ങനെയാ? പിന്നെ തീർച്ചയായും എക്സ്പീരിയൻസ് കൂടുമ്പോൾ ഹയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് പൊസിഷൻസിലൊക്കെ കയറാൻ പറ്റും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ?